ഹരേ കൃഷ്ണ. നമുക്ക് നാരായണീയം കുറേശ്ശെ പഠിച്ചു തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയാം, നാരായണീയം ആരാണ് രചിച്ചത്? മേൽപ്പത്തൂരാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കഥ ആദ്യം നമുക്കൊന്ന് നോക്കാം. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയെ പരമഗുരുവായി സ്വീകരിച്ച് നാരായണ ഭട്ടതിരി വ്യാകരണം പഠിക്കുന്ന കാലത്ത് ഒരു ഘട്ടത്തിൽ ഗുരുവിന് കലശലായ വാതരോഗം ബാധിച്ചു. രോഗശമനത്തിനു വേണ്ടി നടത്തിയ എല്ലാ ചികിത്സകളും ഫലം കാണാതെ വന്നപ്പോൾ ജ്യോതിഷി കൂടിയായ ഗുരു പ്രശ്നം വെച്ചു നോക്കി കാരണം കണ്ടുപിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ജന്മാന്തര ദുരിതമാണ് ശമിക്കാത്ത വാതരോഗത്തിന് കാരണമെന്ന്. അതിന് പരിഹാരമായി ധാരാളം പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു തുടങ്ങി. നല്ല ബ്രഹ്മ തേജസ്സുള്ള ആൾക്കു മാത്രമേ കർമ്മവിപാകദാനം വാങ്ങാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ പാപങ്ങൾ ദാനം വാങ്ങിയ ആളിലേക്ക് പകരുകയും അത് സ്ഥിരമായി ആ വ്യക്തിയിൽ തന്നെ മാറാരോഗമായി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ശിഷ്യന്മാർക്കാർക്കും ധൈര്യം വന്നില്ല. ഒടുവിൽ ശിഷ്യനായ മേൽപ്പത്തൂര് മുമ്പോട്ട് വന്നു. ഗുരുവിൻ്റെ സകല പാപങ്ങളും ശിഷ്യൻ മന്ത്രപൂർവം പരിഗ്രഹിച്ചു. ക്രമത്തിൽ ഗുരുവിൽ ക്ലേശങ്ങൾ കുറഞ്ഞു വരികയും എന്നാൽ ശിഷ്യനിൽ രോഗലക്ഷണം കാണപ്പെടുകയും ചെയ്തു. എങ്കിലും മേൽപ്പത്തൂരിന് ഇതുകൊണ്ട് യാതൊരു ദുഃഖവും ഉണ്ടായില്ല. ചികിത്സയും പ്രായശ്ചിത്ത കർമ്മങ്ങളും ക്രമത്തിൽ നടന്നു. പക്ഷേ അതുകൊണ്ടൊന്നും മേൽപ്പത്തൂരിൻ്റെ രോഗത്തിന് യാതൊരു ശമനവും കണ്ടില്ല. ഗുരുവായൂരിൽ ഭജനം പാർക്കുന്നത് വാതരോഗിക്ക് നല്ലതാണ്, വാതരോഗമുക്തിക്ക് പ്രതിവിധിയാണ് എന്ന് പണ്ട് മുതലേ ഒരു കേൾവിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗുരുവിനോട് അനുഗ്രഹം വാങ്ങി അനുജനായ മാതൃദത്തനോടൊപ്പം മേൽപ്പത്തൂർ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. അത് കൊല്ലവർഷം 761 ചിങ്ങമാസം 19-ാം തീയതി തിരുവോണം നാളിലായിരുന്നുവെന്നാണ് പറയുന്നത്. തൻ്റെ നിശ്ചയം ധരിപ്പിച്ചപ്പോൾ മത്സ്യം തൊട്ടുകൂട്ടാൻ ഫലിത രൂപത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഭഗവാന്റെ മത്സ്യാവതാരം മുതലുള്ള ലീലകൾ ഓരോ ദിവസവും 10 ശ്ലോകങ്ങൾ വീതം തിരുനടയിലിരുന്നെഴുതി ഭഗവാനെ അർച്ചിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഭജനം പാർത്തു തുടങ്ങി. ഭഗവത് പ്രസാദത്തിനായി ഓരോ ദിവസവും ദീപാരാധന സമയത്ത് ഓരോ ദശകമായി എഴുതി ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചു. അന്നു മുതൽ അസുഖം കുറേശ്ശെ ഭേദമാകാനും തുടങ്ങി. അങ്ങനെ 100 ദിവസം കൊണ്ട് 1000-ലധികം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന രീതിയിലേക്ക് ആ സ്തോത്രങ്ങൾ മാറി. അതിലൂടെ മേൽപ്പത്തൂരിന് പൂർണ്ണമായ രോഗവിമുക്തി ഉണ്ടാവുകയും ചെയ്തു. ഇത് ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്. രോഗം വരുത്തിയതും ഭഗവാൻ,
നാരായണീയം രചിപ്പിച്ചതും ഭഗവാൻ, അവസാനം രോഗം മാറ്റിയതും ഭഗവാൻ. നാരായണനെ സംബന്ധിച്ചുള്ളതാകിയാലും നാരായണൻ രചിച്ചതിനാലും ഇത് നാരായണീയമാണെന്നാണ് കവി തന്നെ പറയുന്നത്. ഭാഗവതത്തിലെ കൃഷ്ണകഥകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപം, അഷ്ടാംഗയോഗം, വിവിധ അവതാരങ്ങൾ, ഉപാഖ്യാനങ്ങൾ, കാളിയമർദ്ദനം, രാസക്രീഡ, വിഷ്ണു മഹത്വം, ജീവൻ്റെ മരണാനന്തരഗതി, ജ്ഞാനഭക്തി കർമ്മയോഗങ്ങൾ, 24 ഗുരുക്കന്മാർ, തത്വജ്ഞാനം, നിഷ്കള ബ്രഹ്മോപാസനം, വിഷ്ണുസ്തുതി, കേശാദിപാദവർണ്ണന തുടങ്ങിയവയാണ് വളരെ ലളിതമായ ഭാഷയിൽ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നാരായണീയത്തിലെ 1-ാമത്തെ ദശകം, ഭഗവത് സ്വരൂപ മഹാത്മ്യം. സാന്ദ്രാനന്ദാവബോധാത്മക അനുപമിതം കാലദേശ അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ ആ സ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. നിറഞ്ഞു തുളുമ്പുന്ന ആനന്ദാവബോധമാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഉപമകളില്ലാത്തതും കാലദേശ പരിധികളിൽ നിന്നും നിത്യമായി മുക്തിയായിത്തീർന്നതും 100,000 വേദമന്ത്രങ്ങളാൽ തെളിഞ്ഞ് വിളങ്ങുന്നതും ദർശനമാത്രയിൽ സ്പഷ്ടമല്ലാതിരിക്കുന്നതും എന്നാൽ മഹാപുരുഷാർത്ഥമെന്ന് അനുഭവപ്പെടുന്നതുമായ ആ ബ്രഹ്മതത്വം ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി വിളങ്ങുന്നു. ഇത് വളരെയധികം ആശ്ചര്യം തന്നെ. ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണിത്. ഇതാണ് ആദ്യത്തെ ശ്ലോകമായി മേൽപ്പത്തൂർ എഴുതിയത്. ഭഗവാന്റെ ആ സ്വരൂപ മാഹാത്മ്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാന് പകരമായി മറ്റൊരു ഉപമയില്ല. എല്ലാം ഭഗവാൻ തന്നെ. ഭഗവാന് പകരം ഇത് എന്ന് പറയാൻ മറ്റൊന്നുമില്ല. നമ്മൾ സാധാരണ അതില്ലെങ്കിൽ ഇതുപയോഗിച്ചാലും മതി എന്ന് നമുക്ക് പറയാം. പക്ഷേ സാക്ഷാൽ ഗുരുവായൂരപ്പന് പകരം മറ്റൊരു ഉപമയുമില്ല. അദ്ദേഹത്തിന് കാലദേശ പരിധികളിൽ നിന്നും മുക്തനാണ്. അങ്ങനെ ഒരു പരിധിയും അദ്ദേഹത്തിനില്ല. കാലത്തിന് പരിധിയില്ല, ദേശത്തിനും ഒന്നിനും അദ്ദേഹത്തിന് ഒരു പരിധിയുമില്ല. അങ്ങനെ 100,000 വേദമന്ത്രങ്ങളാൽ തെളിഞ്ഞു വിളങ്ങുന്നവനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ദർശനമാത്രയിൽ ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. എന്നാൽ അത് മഹാപുരുഷാർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതായത് എന്താണ് ഭഗവാൻ എന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. എന്നാൽ നമുക്കറിയാം എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഇതാണ്, ഭഗവാൻ അതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും.
അങ്ങനെയുള്ള ഭഗവാനാണ് ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി തെളിഞ്ഞു വിളങ്ങുന്നത്. ആ ഭഗവാനെ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ ഭാഗ്യമാണ്. ഇതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാരായണീയം തുടർന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റ് ഇടുക. നമുക്ക് കുറേശ്ശെ പഠിച്ചു തുടങ്ങാം. ധാരാളം കഥകളുണ്ട് ഇതിനകത്ത്. ആ കഥകൾ കുറേശ്ശെ നമുക്ക് ഇതുപോലെ പറഞ്ഞു പഠിക്കാം. വളരെ നല്ലതാണ് ഈ കലിയുഗത്തിൽ ഇതൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ നാരായണീയം വീട്ടിലുള്ളവരാണെങ്കിൽ ഇതെല്ലാം അവരുടെ കയ്യിൽ കാണും. അഥവാ നാരായണീയം ഇല്ലാത്തവരാണെങ്കിൽ എഴുതിയെടുക്കുക ബുക്കിൽ. എന്നിട്ട് നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുക. ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതുക. അങ്ങനെ എത്ര തവണ എഴുതാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം എഴുതുക. ഇത് നോക്കി പകർത്തി എഴുതുമ്പം തന്നെ പകുതി ഫലമായി. അങ്ങനെ വിചാരിച്ച് എല്ലാവരും നാമം ചൊല്ലുക. നാരായണീയത്തിലെ ഈ ഭാഗം പകർത്തി എഴുതുക, പഠിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.